ഞാൻ ഷൈനി മധുസൂദനൻ. ഞാൻ UK-യിൽ നിന്ന് സംസാരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വീണ്ടും വന്നത് മറുനാടിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മറുനാടിന് വേണ്ടിയിട്ട് കുറച്ച് വൈകിട്ടായാലും കുറച്ച് വൈകിപ്പോയി. കാരണം ഇത്രയൊന്നും വൈകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു നല്ല കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അതിന് ഇത്ര ഒരുപാട് ലേറ്റ് ആക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം മറുനാടിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരുപാട് നല്ല മനുഷ്യർ, തലയ്ക്കകത്ത് വെളിവുള്ളവർ, മോഹിഷ് മോഹനൻ നമസ്തേ, രാജൻ ആചാര്യ നമസ്തേ, വിഷ്ണു സത്യനേശൻ നമസ്തേ, എല്ലാവർക്കും നമസ്തേ. ഒരു മനുഷ്യന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിന് ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും നല്ലത്, പിന്നെ വൈകി വന്നതാണെന്നുണ്ടെങ്കിലും എല്ലാവരും വളരെ നല്ല പൊതുസമൂഹത്തിൽ ഒരുപാട് നല്ല വ്യക്തിത്വമുള്ള കുറേ നല്ല മനുഷ്യരാണ് ഇപ്പം മറുനാടിന് വേണ്ടിയിട്ട് പിന്നെ എന്താ പറയുക, എല്ലാവരുടെ മുൻപിലും നമ്മളിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാധ്യമങ്ങളിലൊക്കെ കാണുന്നുണ്ട് പ്രതികരിക്കുന്നത്. അപ്പോൾ ഈ പ്രതികരണം എപ്പോഴും മറുനാടിനെ പോലുള്ള ഷാജൻ സാറിന് വേണ്ടിയിട്ട് എന്തായാലും അത് ഗുണം ചെയ്യാതിരിക്കില്ല, വളരെ നന്നായിട്ട് ഗുണം ചെയ്യാതിരിക്കില്ല. കാരണം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇപ്പം പൊതുവിൽ ഇറങ്ങിയിട്ടുള്ളത്, ഇപ്പം നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയുന്ന രീതിയിൽ ഇറങ്ങിയിട്ടുള്ളത്, ഇപ്പം നമ്മുടെ BJP-യുടെ തന്നെ സന്ദീപ് വാചസ്പതി ആൻഡ് സന്ദീപ് വാര്യർ മുൻപേ തന്നെ സപ്പോർട്ടീവായിരുന്നു അദ്ദേഹത്തിന് വേണ്ടിയിട്ട്. അതുപോലെ ഇപ്പം ഇന്ന് ഞാൻ അത് ശോഭാ സുരേന്ദ്രൻ പിന്നെ എപ്പോഴാണ് അത് ചെയ്തതെന്നുള്ളത് എനിക്കറിയില്ല, ഇന്നാണോ ഇന്നലെയാണോ എന്നറിയില്ല. ഇന്നിപ്പം ശോഭാ സുരേന്ദ്രൻ പിന്നെ ജിയുടെ ഒരു വീഡിയോ കൂടി ഞാൻ കണ്ടു മറുനാടിന് വേണ്ടി സംസാരിക്കുന്നത്. അതുപോലെ PC ജോർജ്, അതുപോലെ മാത്യു കുഴൽനാടൻ, പിന്നെ എന്താ പറയുക ശശി തരൂർ എന്ന വിശ്വപൗരൻ, അങ്ങനെ ഒത്തിരി 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 വളരെ വളരെ നല്ല രീതിയിൽ പൊതുസമൂഹത്തിൽ ഒരുപാട് നല്ല ഉന്നതങ്ങളിൽ നിൽക്കുന്ന കുറേ നല്ല മനുഷ്യർ, ഒരുപാട് നല്ല മനുഷ്യരാണ് മറുനാടിന് വേണ്ടിയിട്ട് ഇപ്പോൾ സമൂഹത്തിൽ എല്ലാവരുടെ മുമ്പിലും ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഈ വന്നിട്ടുള്ള ഈ ഒരു ഭാഗത്ത് ഒരുപാട് നല്ല ആൾക്കാർ, അത് പ്രതിപക്ഷ നേതാവടക്കം ചെന്നിത്തല ആൻഡ് VD സതീശൻ എന്ന് വേണ്ട ഒരുപാട് പിന്നെ വ്യക്തികൾ, സമൂഹത്തിൽ നല്ല ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തികൾ മറുനാടിന് വേണ്ടിയിട്ട് പിന്നെ നമുക്ക് കാണാം, അവർക്ക് എല്ലാവരും സപ്പോർട്ടീവായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ അവസ്ഥ എന്താണെന്നറിയോ? നമ്മുടെ അൻവർക്കാക്ക് വേണ്ടിയിട്ട് അൻവർക്ക എന്നൊക്കെ ചെയ്യാന്നറിയോ? അതായത് അൻവർക്ക ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് നാട്ടിലുള്ള മൊത്തം ആൾക്കാർക്ക് പിന്നെ കള്ള് മേടിച്ചു കൊടുത്തിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കുന്ന ലൈവുകളൊക്കെ ഞാൻ കണ്ടായിരുന്നു. അതായത് ഈ കള്ള് കുടിച്ചിട്ട് ബോധമില്ലാണ്ട് ഓരോന്നിനെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, അതായത് ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം എന്ന് പറയുന്ന പോലെ ഓരോരോ വ്യക്തികളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് കൊള്ളാവോ അല്ലെങ്കിൽ കൊള്ളാത്തതാണോ അല്ലാത്തതാണോ എന്നുള്ളത്. അപ്പം അതേപോലത്തെ ഒരു വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത കുറേ കള്ള് കുടിച്ച് പിന്നെ തലയ്ക്ക് വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത കുറേ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്. ആർക്ക് വേണ്ടിയിട്ട്? അൻവർക്കാക്കയ്ക്ക് വേണ്ടിയിട്ട് ജയ് വിളിക്കുന്നുണ്ട്. അപ്പോൾ അൻവർക്കാക്കയ്ക്ക് വേണ്ടി ജയ് വിളിപ്പിക്കാനായിട്ട് അൻവർക്കാക്ക കിടന്ന് പെടാപ്പാട് പെടുവാണ്. അൻവർക്കാക്ക ശരിക്കും ഇപ്പം ICU-ലാണ്. അൻവർക്കാക്ക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ പിന്നെ ചെയ്തു പോയ ഭവിഷ്യത്തിൻ്റെ ICU-ൽ പെട്ടിട്ട് ഇങ്ങനെ ഇപ്പോൾ അവസാന വായുവിൻ്റെ ഘട്ടത്തിലാണ് പുള്ളിക്കാരൻ. കാരണം പുള്ളിക്കാരൻ ചെന്ന് പിടിച്ചത് പുലിയുടെ വാലിലാണ്. പുലിയുടെ വാല് വിട്ട് കഴിഞ്ഞാൽ, അതായത് മറുനാടൻ്റെ വാല്, പുലിയുടെ വാല് വിട്ടാൽ പുലി കടിക്കും, വിട്ടില്ലെങ്കിലും പുലി കടിക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പിടിച്ച വാല് വിടാനും വയ്യ വിടാതിരിക്കാനും വയ്യ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അൻവറാക്ക. അപ്പം ഈ അൻവറാക്ക എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എനിക്കറിയില്ലേ, ഓരോരോ മനുഷ്യരുടെ സംസ്കാരമാണ്. കാരണം പത്രധർമ്മത്തിന് വേണ്ടിയിട്ട്, പത്രമാധ്യമങ്ങൾക്ക് വേണ്ടിയിട്ട്, വ്യക്തി സ്വാതന്ത്ര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്ന ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ, ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ തന്നെ ഈ പറയുന്ന പിന്നെ മാധ്യമങ്ങൾക്കെതിരെ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെവിടെ ചെന്ന് അവസാനിക്കുന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. കാരണം അവരാണ് വ്യക്തി സ്വാതന്ത്ര്യങ്ങൾക്കും മറ്റുള്ള സ്വാതന്ത്ര്യങ്ങൾക്കും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ പറയുന്നവന്മാരാണ്. പക്ഷേ അവർക്ക് നേരെ, അതായത് നേരം ഞാൻ പറഞ്ഞല്ലോ, നേരം വെളുത്തു കഴിഞ്ഞാൽ, ഡെയിലി നേരം വെളുത്തു കഴിഞ്ഞാൽ പിന്നെ പിണറായിയായ നമഃ, അൻവറായ നമഃ, അങ്ങനെ നമ്മളിങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അതിപ്പോൾ ഈ എല്ലാ മാധ്യമങ്ങളും അങ്ങനെ ചെയ്താൽ മതി. ഏഷ്യാനെറ്റ് ആയാലും മനോരമ ആയാലും മാതൃഭൂമി ആയാലും ഈ പറയുന്ന മറുനാടനായാലും ഓൺലൈൻ പത്രങ്ങൾ എല്ലാം ആയാലും ഏതായാലും ശരി, എല്ലാവരും രാവിലെ സുഭാഷിതം ചെയ്യുമ്പോൾ ആ സുഭാഷിതത്തിന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ എപ്പോഴും വളരെ സ്തുതിക്കുക. ആദ്യമേ അവർക്ക് സ്തുതി കൊടുക്കുക. എന്നിട്ട് എല്ലാ തരത്തിലുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെയും
പാദ നമസ്കാരം നടത്തി ആ പാദങ്ങളിൽ പൂവിട്ട് പൂജിച്ച് എവർക്ക് വേണ്ടിയിട്ട് വിടുവേല ചെയ്ത് ഇവർ ചെയ്യുന്ന തെണ്ടിത്തരങ്ങളെല്ലാം നന്നായിട്ട് മറച്ചു വെച്ച് അതിൻ്റെ മുകളിലൊക്കെ നന്നായിട്ട് പെയിൻ്റ് അടിച്ച് അവരെ ഭയങ്കരമായിട്ട് വ്യക്തിപൂജ നടത്തി അങ്ങനെ ആദരിച്ച് പുഷ്പാർച്ചന നടത്തുമായിരുന്നെങ്കിൽ ഇവിടുത്തെ ഈ പറയുന്ന മാധ്യമങ്ങൾക്കൊക്കെ നല്ല കാലമായേനെ. അത് ചെയ്യാത്തതാണ്. അതായത് നീ ചെയ്യുന്ന കാര്യങ്ങൾ, നീ ചെയ്യുന്നത് പൊട്ടത്തരങ്ങളായാലും നല്ലതായാലും ചീത്തയായാലും അത് ഇവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് എനിക്കെതിരെ പറയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തതാണ്. അതായത് ഈ കൈയുള്ളവൻ ചെയ്യുമ്പോൾ കണ്ണുള്ളവൻ കാണും എന്ന് പറയുന്ന പോലെ ഈ പറയുന്ന പ്രവർത്തികൾ ഞാൻ ചെയ്യും, പക്ഷെ നീ പറയരുത്. അത് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പം ഞങ്ങൾ എന്ത് തീരുമാനിച്ചാൽ അടിവേറിറക്കുന്ന പോലത്തെ പരിപാടികൾ ചെയ്യും. ഞങ്ങൾ ചെയ്യാൻ പോകുന്ന പിന്നെ ഞങ്ങളുടെ കയ്യിൽ അധികാരവും കാശും ഉണ്ടല്ലോ, ഞങ്ങൾ കോടീശ്വരന്മാരാണല്ലോ. അപ്പോൾ ഈ കോടീശ്വരന്മാർക്ക്, അതായത് 10 പൈസയ്ക്ക് ഗതിയില്ലാതെ പിച്ചച്ചട്ടി കൊണ്ട് നടന്നിരുന്ന ഈ നേതാക്കൾ മുഴുവനും ഇന്ന് കോടീശ്വരന്മാരാണ്. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ, അതായത് തൊഴിലാളി വർഗത്തിൻ്റെ നിങ്ങൾ ശ്രദ്ധിക്കണം, നോട്ട് ദ പോയിന്റ്, അതായത് തൊഴിലാളി വർഗത്തിൻ്റെ നേതാക്കന്മാർ ഇന്ന് കോടീശ്വരന്മാരാണ്. അതായത് ഈ കോടീശ്വരന്മാരെന്ന് പറഞ്ഞാൽ തൊഴിലാളി വർഗത്തിൻ്റെ നേതാക്കന്മാർ, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ മുതലാളിത്തത്തിനെതിരാണ്. അവർക്ക് മുതലാളിത്തം എന്ന് പറഞ്ഞാൽ അലർജിയാണ്. ആ മുതലാളിത്തം എന്ന് പറഞ്ഞാൽ അലർജിയിലിരിക്കുന്ന ഈ പറയുന്ന ആൾക്കാർ മുഴുവനും അവർ എല്ലാ പറയുന്ന തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടും കഷ്ടപ്പെടുന്ന നേതാക്കൾ. ഇന്ന് പണിയെടുക്കുന്ന കൂലിവേല ചെയ്യുന്നവൻ്റെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് പാടത്ത് പണിയുന്നവൻ്റെ, പറമ്പിൽ പണിയുന്നവൻ്റെ, എവിടെ പണിയുന്നവൻ്റെയും എല്ലാത്തിൻ്റെയും തൊഴിലാളി വർഗത്തിൻ്റെ നേതാക്കന്മാരായിട്ടുള്ള ഈ പറയുന്ന വെള്ള ഷർട്ടും വെള്ള മുണ്ടും കൊടുത്ത് നടക്കുന്ന ഈ പറയുന്ന തൊഴിലാളി വർഗത്തിൻ്റെ നേതാക്കൾ, ഈ നേതാക്കളുടെ സ്വത്തുക്കൾ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ കോടീശ്വരന്മാരാണ്. അപ്പോൾ ഈ കോടീശ്വരന്മാരെ ഇതെങ്ങനെയാ? ഇവർക്ക് 1 രൂപയ്ക്ക് ഗതി ഉണ്ടായിരുന്നോ? നമ്മുടെ പിണറായി വിജയൻ്റെ ഫോർ എക്സാമ്പിൾ മുഖ്യമന്ത്രിയെ തന്നെ എടുക്കാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എവിടുന്ന് വന്ന ആളാണ്? വരുമ്പോൾ ഈ പറയുന്ന പാർട്ടിയിൽ വരുമ്പോൾ മുഖ്യമന്ത്രിക്ക്, നമ്മുടെ നാട് ഭരിക്കുന്ന ഇന്ന് ഉലകം ചുറ്റി നടക്കുന്ന ഈ പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രിക്ക് എന്തുമാത്രം സ്വത്തുക്കൾ ഉണ്ടായിരുന്നു? മുഖ്യമന്ത്രി, അതായത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ചിരി വന്നു. കാരണം ഇപ്പം ഈ ലേറ്റസ്റ്റ് അമേരിക്കൻ പര്യടനത്തിന് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ചുരിയാറിട്ടിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ കണ്ടു ഞാൻ. എൻ്റെ പൊന്നെ, പെറ്റ തള്ള സഹിക്കൂല. ഇനിയിപ്പോൾ അതെനിക്ക് കുശുമ്പ് കൊണ്ടാണ് പറയണത് നിങ്ങൾ പറഞ്ഞാലും എനിക്ക് വിരോധമൊന്നുമില്ല, ഞാനത് സഹിച്ചോളാം. പക്ഷേ പെറ്റ തള്ള സഹിക്കൂല. ഈ സ്ത്രീയെ ഇതുപോലത്തെ കോലം കെട്ടിച്ച് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് ഇത് സ്വയം ഇറങ്ങി തിരിക്കുന്നതാണോ അതോ ഇതിനാരെങ്കിലും വേഷം കെട്ടിക്കുന്നതാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഇതിനോട് സഹതാപം മാത്രമേ ഉള്ളൂ. എന്താ പറയുക, ഇത്രയുമായിട്ടും എവിടുന്നാണ് വന്ന വഴി മറന്നിട്ട് ഒരു ജാതി കോലം കെട്ടിയിട്ട് നടക്കുന്ന ഈ കോലങ്ങളൊക്കെ കാണുമ്പോൾ, അതുപോലെ തന്നെ കോട്ടും സൂട്ടിട്ടുള്ള മുഖ്യമന്ത്രി, അതായത് ആന വായ തുറക്കുന്ന കണ്ടിട്ട് അണ്ണാർക്കണ്ണൻ വായ തുറക്കുന്നതാണ്. ഈ അണ്ണാർക്കണ്ണൻ വായ തുറന്നാൽ പൊളിഞ്ഞു പോവും എന്നുള്ളത് അണ്ണാർക്കണ്ണന് മനസ്സിലാവണില്ല. അതോനിപ്പം അണ്ണാർക്കണ്ണനെ ആരും ഈ രാജാവ് നഗ്നനാണെന്നുള്ളത് പറഞ്ഞറിയിക്കാൻ ആരും ഇല്ലാത്തതിൻ്റെ ഗതികേടാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ ഇതുപോലത്തെ വേഷങ്ങൾ കെട്ടി നടക്കുമ്പോൾ അവരോട് തോന്നുന്നത് നമുക്ക് മനസ്സിലൊക്കെ വളരെ പുച്ഛമാണ്. യാതൊരു തരത്തിലുള്ള വിലയും തോന്നില്ല. കാരണം അധ്വാനിച്ച് ജീവിച്ചെങ്കിലല്ലേ നിങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലിക്ക് പോയിട്ട് ആ കിട്ടുന്ന പൈസ കൊണ്ട് നിങ്ങളുടെ ഭാര്യയും മക്കളെയും പുലർത്തി നിങ്ങൾ അന്തസ്സായിട്ട് സമൂഹത്തിൽ ജീവിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മാന്യത അല്ലെങ്കിൽ ബഹുമാനം നമുക്ക് തോന്നുന്നത് പൊതുജനങ്ങൾക്ക്. അല്ലാതെ ഈ പറയുന്ന പിന്നെ ഖജനാവിൽ കൈയിട്ട് വാരിയിട്ട് കിട്ടുന്ന പ്ലാനുകൾ മുഴുവനും കമ്മീഷൻ വ്യവസ്ഥയിൽ അടിച്ചു മാറ്റിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസകളെ കൊണ്ട് കുടുംബത്തിലുള്ളവരും പിന്നെ സ്വന്തക്കാരും ബന്ധുക്കാരും എല്ലാവരും തടിച്ചു കൊഴുത്ത് ഇങ്ങനെ ചീക്കപ്പോത്ത് പോലെ വീർത്ത് ഇരുന്ന് നല്ല 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 വേഷങ്ങളൊക്കെ കെട്ടി ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ആടിക്കൊണ്ട് നടക്കുമ്പോൾ അതിനോട് വെറും പുച്ഛം മാത്രം, വെറും പുച്ഛം. കാരണം പറ്റിച്ച കാശല്ലേ. എല്ലാ ജനങ്ങളും നിങ്ങളെ നോക്കിയിട്ട് പാർട്ടി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെന്നോ കോൺഗ്രസ് പാർട്ടിയെന്നോ BJP എന്നോ വ്യത്യാസമില്ലാതെ പൊതുജന സമൂഹം എന്ന് പറയുന്ന സമൂഹം ബഹുമാനപ്പെട്ട പിണറായി വിജയ നിങ്ങളെയും കുടുംബത്തെയും ഒക്കെ നോക്കിയിട്ട് നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ ഒപ്പം നടക്കുന്ന കുറേ മുതലാളി പിന്നെ എന്താ പറയുക തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരുണ്ടല്ലോ. ഈ നേതാക്കന്മാരുടെ പണക്കാർ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് നടക്കുമ്പോൾ ഈ പറയുന്ന നിങ്ങളോടൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ കേരള ജനതയ്ക്കും അല്ലാത്ത മലയാളികൾക്കും ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും, അതായത് കുറച്ച് അന്തംകമ്മികൾ ഒഴിച്ച്, ഈ അന്തംകമ്മികളൊക്കെ ഇപ്പോഴും വാനോളം പാടിക്കൊണ്ട് നടക്കുന്നുണ്ട്, തമ്പുരാനെ വാഴ്ത്തിപ്പാടിക്കൊണ്ട് നടക്കുന്നുണ്ട്. അതല്ലാത്തതൊഴിച്ചാൽ അത് വേണമെങ്കിൽ ഒരു 10% ഉണ്ടാവും. ഈ 10%-ൻ്റെ ബാക്കി മുഴുവനും നിങ്ങളെ ഓർത്തിട്ട് സഹതപിക്കുന്നവരും നിങ്ങളെ ഒക്കെ പരിഹസിച്ച് ചിരിക്കുന്നവരേ ഈ ഭൂമിയിലുള്ളൂ. കാരണം
കട്ടുമുടിച്ചതല്ലേ, കട്ടുണ്ടാക്കിയതല്ലേ. അതല്ലാണ്ട് കാരണന്മാരെ സമ്പാദിച്ച പിന്നെ സ്വത്തൊന്നും ഇല്ലല്ലോ. ആണോ? പാർട്ടിയിൽ വരുമ്പോൾ, അല്ലെങ്കിൽ പാർട്ടിയിൽ പണിയെടുക്കാനായിട്ട് പാർട്ടി നേതാവായിട്ട് വരുമ്പോൾ നിങ്ങളുടെ സ്വത്ത് വിവരം എന്തായിരുന്നു? ഇപ്പം നിങ്ങളുടെ സ്വത്ത് വിവരം എന്താണ്? അപ്പം ഇത് എവിടുന്നാണ് ഉണ്ടായത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പണം കായ്ക്കുന്ന മരമുണ്ടോ? അതോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരം വിളിച്ചായ വൈകുന്നേരം വരെ പാടത്തും വയലിലും മുഴുവനും പൈസയാണോ എറിഞ്ഞു മുളപ്പിക്കുന്നത്? അല്ലല്ലോ. അപ്പോൾ ഈ പറയുന്ന സംഗതികളൊക്കെ എല്ലാ ജനങ്ങൾക്കും അറിയാം. അത് ചില ആൾക്കാർ പാർട്ടിയിൽ അഡിക്റ്റ് ആയതുകൊണ്ട് അവരത് തുറന്നു പറയുന്നില്ല. പക്ഷേ എല്ലാവരുടെ മനസ്സിലും ഉണ്ട് ഇയാൾക്ക് ഈ സ്വത്തുക്കളൊക്കെ എവിടുന്നാണ് ഉണ്ടായത്? കേരളത്തെ, രാജ്യത്തെ കട്ടുമുടിച്ചത് അല്ലേ? അപ്പം അതേപോലെ തന്നെ ഈ പറയുന്ന PV അൻവർ കാക്ക കോടീശ്വരനാണിന്ന്. PV അൻവർ കാക്ക കോടീശ്വരനായതുകൊണ്ടാണ് ഈ പറയുന്ന കളികളെല്ലാം കിടന്ന് കളിക്കുന്നത്. PV അൻവർ കാക്കാൻ്റെ കയ്യിൽ പൈസയോ അധികാരമോ ഇല്ലായിരുന്നെങ്കിൽ PV അൻവർ കാക്ക മിണ്ടാണ്ടൊരു മൂലക്കിരുന്നേനെ. അപ്പം നമ്മൾ കൊടുക്കുന്ന അധികാരം നമുക്ക് നമ്മളെ ഭരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് സേവ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവരെ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരെ അവർ തന്നെ തിരിഞ്ഞ് പാമ്പിന് പാൽ അമൃത് കൊടുത്താൽ പല്ലിന് വിഷമേറുകയുള്ളൂ എന്നാണ് പഴമൊഴി. അപ്പോൾ കേരള ജനത ഈ പറയുന്ന വലിയൊരു വിഷപ്പാമ്പിനാണ് പാല് കൊടുത്ത് വളർത്തിയത്. അതായത് വോട്ട് കൊടുത്ത് MLA ആയിട്ട് തിരഞ്ഞെടുത്തത്. ആ വോട്ട് കൊടുത്ത് MLA ആയിട്ട് തിരഞ്ഞെടുത്തിട്ട് ആ MLA ആണ് നമ്മളെ തിരിഞ്ഞു കൊത്തിക്കൊണ്ടിരിക്കുന്നത്, ചീറ്റിക്കൊണ്ടിരിക്കുകയാണ് കാളകൂട വിഷം. ഈ പറയുന്ന ഇന്നും ഞാൻ അൻവർ ഖാന്റെ പോസ്റ്റുകളൊക്കെ ശ്രദ്ധിച്ചു FBയിൽ. അപ്പോൾ അൻവർ ഖാൻ ഇപ്പം ഇന്നലെ ശശി തരൂർ സാർ എന്തായാലും അദ്ദേഹത്തിന് ഈ മറുനാടനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. ഉടനെ ശശി തരൂരിൻ്റെ പേരിൽ പിന്നെ ക്യാപ്സ്യൂൾ ഇറക്കിയിട്ടുണ്ട്. പുള്ളിയുടെ പോസ്റ്റിൽ പോയിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അതായത് എന്താ പറയുക, ശശി തരൂർ പെണ്ണുപിടിയനാണ്, ശശി തരൂർ അതാണ്, ശശി തരൂർ ഇതാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, അൻവർ കാക്ക യാതൊന്നും ചെയ്തിട്ടില്ലേ? അൻവർ കാക്ക പാവാണോ? നിഷ്കളങ്കനാണോ? അയ്യോ പാവം. അൻവർ കാക്ക വളരെ സാധുവാണേ, നല്ലൊരു മനുഷ്യനാണേ. ഒരു തരത്തിലുള്ള, അതായത് കള്ളത്തരം എന്താണെന്ന് പോലും അൻവർ കാക്കക്ക് അറിയില്ല. അൻവർ കാക്ക പച്ചവെള്ളം ചവച്ചരച്ചിട്ടേ കുടിക്കുള്ളൂ. പച്ചവെള്ളം വരെ അൻവർ കാക്ക ചവച്ചരച്ചിട്ടേ കുടിക്കുള്ളൂ. കഴിഞ്ഞ ദിവസം അൻവർ കാക്കയുടെ പിന്നെ FBയിൽ ഒരു വീഡിയോ കണ്ടു. ഒരു ഒളിമ്പ്യൻ മയൂഖ, എൻ്റെ വായിൽ പച്ചത്തെറിയാണ് വരുന്നത്, ഞാനത് പറയുന്നില്ല കാരണം അതെൻ്റെ സംസ്കാരം അനുവദിക്കുന്നില്ല. ഈ ഒളിമ്പ്യൻ മയൂഖ എന്ന് പറയുന്ന മേഡം പണ്ടൊരു ബഹളം ഉണ്ടാക്കിയത് നമ്മുടെ മുമ്പിലൊക്കെ ഉണ്ടായിരുന്നു. ആ ബഹളം ഉണ്ടാക്കിയിട്ട് ആ ബഹളത്തിനടുത്ത് യാതൊരു തരത്തിലുള്ള കാമ്പുമില്ല കഴമ്പുമില്ല എന്നുള്ളത് ഇവിടുത്തെ കോടതി വരെ തിരിച്ചറിഞ്ഞിട്ട് ആ പെണ്ണുമ്പിള്ള പത്തി മടക്കി പോയതാണ്. എന്നിട്ട് ആ പെണ്ണുമ്പിള്ള, ഈ അൻവർ കാക്ക പെണ്ണുമ്പിള്ള ഒരു എന്താ പറയുക വീഡിയോ ഇട്ടിരിക്കുന്നു. മറുനാടൻ ആ പെണ്ണുമ്പിള്ളയെ കയറി പിടിക്കാൻ ചെന്നു, പിന്നെ അവരുടെ അത് കളഞ്ഞു ഇത് കളഞ്ഞു എവിടേക്കോ എന്തൊക്കെയോ കളഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അതായത് ഒരു അവസരം വരുമ്പോൾ, ഈ പറയുന്ന വിഷപ്പാമ്പുകൾ മുഴുവനും പിന്നെ പൊത്തിലിരിക്കുമ്പോൾ, ഒരു അവസരം വരുമ്പോൾ, ഒരു മനുഷ്യനെ കടിക്കാനുള്ള അവസരം വരുമ്പോൾ എല്ലാ ഞാഞ്ഞൂലുകൾക്കും വിഷം വയ്ക്കുകയാണ്. താങ്കളുടെ കഴിഞ്ഞ ദിവസത്തെ ലൈവ് ജാമി ടീച്ചർ ഫുള്ളായി കാണിച്ചിരുന്നു. ഓക്കെ, താങ്ക് യു സിജ മുരളീധരൻജി, നമസ്തേ. അപ്പോൾ ഈ പറയുന്ന വിഷപ്പാമ്പുകൾ മുഴുവനും മാളത്തിൽ ഒളിച്ചിരുന്നിട്ട് ഈ സമയം വരുമ്പോൾ കടിക്കാനായിട്ട് എല്ലാ വിഷപ്പാമ്പുകളും ഒരുമിക്കുകയാണ്. അപ്പോൾ ഈ ഒരുമിക്കുന്നവൻ്റെ, ഈ കമ്മ്യൂണിസ്റ്റുകളിൽ ഒരുമിക്കുന്നവനെ തപ്പിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒന്നാം തരം വിഷപ്പാമ്പുകളാണെന്നുള്ളത്. ഈ വിഷപ്പാമ്പുകൾ താപ്പ് നോക്കിയിരിക്കുകയാണ്. അതായത് ഒരു മാധ്യമ പ്രവർത്തകൻ, അയാൾ ഈ കേരള നാടിൻ്റെ ഒരാളുടെ 10 രൂപ പോലും പിടിച്ചു പറിക്കാൻ വന്നിട്ടില്ല, കക്കാൻ വന്നിട്ടില്ല, മോഷ്ടിക്കാൻ വന്നിട്ടില്ല, ആരെയും റേപ്പ് ചെയ്യാൻ വന്നിട്ടില്ല, ഒരാളെ ഒരു തരത്തിലുള്ള പൊട്ടത്തരങ്ങളും അയാൾ ചെയ്യാൻ വന്നിട്ടില്ല. അയാൾ ചെയ്തത് അയാളുടെ ധർമ്മമാണ്. അദ്ദേഹം ചെയ്യുന്ന ന്യൂസുകൾ ഇപ്പം പലർക്കും ഇഷ്ടപ്പെടാം, അല്ലെങ്കിൽ പലർക്കും ഇഷ്ടപ്പെടാതിരിക്കാം. എന്ന് വെച്ചിട്ട് ഒരു മാധ്യമ ധർമ്മം പൂട്ടിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം തരം താഴ്ന്ന പരിപാടിയാണെന്നുള്ളത് ഏതൊരു മനുഷ്യനും മനസ്സിലാക്കിക്കൂടെ? അതായത് ഒരു 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിന് വരെ ഉള്ള വിവരം, ബോധം ഈ പറയുന്ന അൻവർ കാക്കയ്ക്കും ശ്രീനിജനും ഇല്ല എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ജനപ്രതിനിധികളല്ലേ? അതാണല്ലോ ഇവർക്ക് ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ട് വോട്ട് ചെയ്ത് ജയിപ്പിച്ച് വിട്ട MLA എന്ന് പറഞ്ഞാൽ ജനപ്രതിനിധിയാണ്. ഒരു ജനപ്രതിനിധിക്ക് ഭാഷ ഏതെന്നോ ജാതി ഏതെന്നോ മതം ഏതെന്നോ രാഷ്ട്രീയം ഏതെന്നോ നോക്കാണ്ട് ഒരു രാജ്യത്ത് ഒരുപോലെ എല്ലാവരെയും സേവിക്കാനുള്ളൊരു മനസ്സുണ്ടാവണം. അല്ലെങ്കിൽ അവനെ ഒന്ന് ജനപ്രതിനിധി വിളിക്കാൻ കൊള്ളില്ല. അവന് ജനപ്രതിനിധി അല്ല വിളിക്കേണ്ടത്. അപ്പോൾ അത് ഏത് പാർട്ടിയാവട്ടെ, ഏത് പാർട്ടിയുടെ വക്താവട്ടെ, അവനൊരു ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുത്ത് വന്നാൽ അവൻ എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണാനുള്ളൊരു മനസ്സുണ്ടാവണം. ഇല്ലെങ്കിൽ അധിക കാലമൊന്നും അത് മുന്നോട്ട് പോവില്ല. അത് ജനങ്ങൾ തന്നെ അത് തിരുത്തി എഴുതും. അതിനധികം കാലമില്ല. അപ്പോൾ അതായത് നിൻ്റെ കയ്യിൽ നമ്മളെ തല്ലാനുള്ള വടിയും നമ്മളെ കെട്ടാനുള്ള കയറും അങ്ങോട്ട് വെട്ടിക്കൊടുക്കുകയാണ്.
ഈ പറയുന്നവന്മാര് ഇനിയെങ്കിലും, അതായത് ഈ പറയുന്ന പൊതുസമൂഹത്തിനോട് ഞാൻ പറയുന്നത്, രാഷ്ട്രീയത്തിൽ നമ്മൾ ഓരോ വ്യക്തികൾക്കും വോട്ട് ചെയ്യുമ്പോൾ ആ വ്യക്തി എന്താണെന്ന് നിങ്ങൾ ആദ്യം ചിന്തിക്കണം. ആ വ്യക്തി ആരാണ്? ഈ പറയുന്ന അൻവർ എന്ന് പറയുന്ന വ്യക്തിക്ക് നിലമ്പൂരുകാർക്ക് എല്ലാവർക്കും, എനിക്കറിയില്ല, ഞാൻ പിന്നെ തൃശ്ശൂർ നാട്ടുകാരിയാണ്, അപ്പോൾ ഈ നിലമ്പൂരുകാർക്ക് ഈ പറയുന്ന വ്യക്തിയെ നന്നായിട്ട് അറിയാം. അപ്പോൾ ആ നാട്ടിലെ ജനങ്ങൾ രാഷ്ട്രീയമല്ല നോക്കേണ്ടിയിരുന്നത്, ന്യായവും അന്യായവും നോക്കിയിട്ട് വേണം ഓരോ വ്യക്തികളെ തിരഞ്ഞെടുക്കാൻ. രാഷ്ട്രീയത്തിനല്ല പ്രാധാന്യം. ഒരു വ്യക്തി, അതായത് അവൻ്റെ വ്യക്തി ജീവിതത്തിൽ അവൻ എന്താണ്, അവനെ എന്തുമാതിരി ഇതുപോലെയാണ് മനുഷ്യരുടെ മുമ്പിൽ ജീവിക്കുന്നത്, അന്തസ്സായിട്ടാണോ പെരുമാറുന്നത്, ഡീസൻ്റ് ആയിട്ടാണോ നടക്കുന്നത്. അല്ലാണ്ട് ഇതുപോലത്തെ എച്ചിത്തരങ്ങളൊന്നും കാണിക്കുന്നവനെ ഒരിക്കലും ഒരു MLA ആയിട്ട് ആരും തിരഞ്ഞെടുക്കരുത്. നാളെ ഇനിയിപ്പം അൻവറുകാക്ക എന്നെ കുറിച്ചിട്ട് പിന്നെ തൂക്കിക്കൊല്ലാൻ വന്നാലും എനിക്ക് യാതൊന്നുമില്ല. നമ്മൾ ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം, അത് കരുതി കൂട്ടി ജീവിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. അപ്പം അതുകൊണ്ട് ഈ വക പരിപാടികളും ഉടായ്പൊന്നും എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് യാതൊരു കാര്യമില്ല. ഇനിയിപ്പോൾ ചെയ്താലും എനിക്ക് വിഷയമില്ല. അപ്പം അതുകൊണ്ട് ഇതുപോലുള്ള ജനപ്രതിനിധികളെ കള്ളന്മാരായിട്ടുള്ള, അതായത് മറ്റുള്ളവർക്ക് നേരെ അനാവശ്യമായിട്ടുള്ള ആരോപണം ഉന്നയിച്ച് മറ്റുള്ളവരെ ഇതുപോലുള്ള അനാവശ്യമായ, അതായത് പാർട്ടിയാണെങ്കിലും ഏത് പാർട്ടിയാണെങ്കിലും ഒരു മര്യാദയില്ലേ? ഏത് പാർട്ടിക്കും ഒരു മര്യാദയില്ലേ? ആ മര്യാദയും കൂടിയിട്ട് കവച്ചു വെച്ചിട്ട് ഒരു ജനപ്രതിനിധി ഒരു മാധ്യമത്തിലെ ഒരു മനുഷ്യന് നേരെ ഇതുപോലെ ചീറിപ്പാഞ്ഞടുക്കുമ്പോൾ അത് എത്രത്തോളം നാണം കെട്ട പ്രവൃത്തിയാണെന്ന് ഈ പറയുന്ന അൻവർ കാക്ക മനസ്സിലാക്കണം. കാരണം എന്താ വെച്ചാൽ അൻവർ കാക്ക ചെയ്യുന്നത്, ഞാൻ പറയുന്നത് അൻവർ കാക്ക ചെയ്യുന്നത് ഇപ്പം ഒന്നാന്തരം ജിഹാദിസമാണ്. കാരണം SDPI ഒക്കെ നിരോധിച്ചല്ലോ, ആ കലിപ്പ് മനസ്സിൽ കിടപ്പുണ്ട്. അപ്പം മറുനാടൻ മലയാളി എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ അദ്ദേഹം നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പം ആ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ മറുനാടൻ സംസാരിക്കുമ്പം ഇത് കറക്റ്റായിട്ടും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ജിഹാദിസത്തിനാണ്. ഇപ്പം ശരിക്കും അൻവർ കാക്ക പ്രതികാര നടപടിയായിട്ട് നടക്കുകയാണ്. അതായത് SDPI ചെയ്തതിൻ്റെ പൊളിറ്റിക്കൽ ഇസ്ലാം അത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൂടി കണക്ട് ചെയ്തിട്ട് നല്ലൊരു സൂപ്പർ ജിഹാദിസമാണ് അൻവർ കാക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് അൻവർ കാക്കയ്ക്ക് ഒരു മൊയലാളി കൂട്ടുണ്ട്. മൊയലാളിയുടെ പേര് ഞാൻ പറയുന്നില്ല, മുതലാളി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പം മുതലാളി എന്ന് പറഞ്ഞാൽ ഇനി കുറച്ചും കൂടെ ക്ലൂ തരാം. മുതലാളി വലിയ കോടീശ്വരനാണ്, വലിയ കോടീശ്വരനാണ് മുതലാളി. അപ്പം ആ വലിയ കോടീശ്വരൻ കോടികൾ വാരി എറിഞ്ഞിട്ട് എല്ലാവർക്കും ഇങ്ങനെ സൈഡിൽ കൂടെ, കർട്ടൻ്റെ പുറകിലാണ് കോടീശ്വരൻ്റെ നിലവ്. കോടീശ്വരൻ നിൽക്കുന്നത് കർട്ടൻ്റെ പുറകിലാണ്, വെളിച്ചത്ത് വരില്ല. ഈ വക കാര്യങ്ങൾക്ക് വെളിച്ചത്ത് വരില്ല. കോടീശ്വരൻ വെളിച്ചത്ത് വരും. എന്തിനാണെന്നറിയോ? ആർക്കെങ്കിലും എന്തെങ്കിലും നക്കാപ്പിച്ചൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്തിട്ട് ആൾക്കാരെ കൊണ്ട് ഇങ്ങനെ എന്താ പറയുക, ഈ പണ്ട് ഹിരണ്യകശിപു എന്ന് പറഞ്ഞ രാജാവ് ഉണ്ടായിരുന്നു. ഈ ഹിരണ്യകശിപു എന്ന് പറയുന്ന രാജാവ് പിന്നെ അവർക്ക് ഉണ്ടായ അവരുടെ മരുമകനെ, അതായത് പ്രഹ്ലാദനെ അതായത് പ്രഹ്ലാദൻ, ആ കുട്ടി വായ തുറന്നു കഴിഞ്ഞാൽ നാരായണായ നമ. അപ്പോൾ ഇദ്ദേഹം പറയും പിന്നെ ഹിരണ്യകശിപുവായ നമ എന്ന് പറയണം. അപ്പോൾ പറ്റില്ല, കുട്ടി നാരായണായ നമ എന്നേ പറയുള്ളൂ. അപ്പോൾ ഈ കുട്ടിയെ കൊണ്ട് പിന്നെ ഇയാളുടെ പേര്, ഈ രാജാവിൻ്റെ പേര് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ പലതരത്തിലും ആ കുട്ടിയെ പീഡിപ്പിച്ചു, ആ കുട്ടിയെ ശിക്ഷിച്ചു, ആ കുട്ടിയെ അങ്ങേയറ്റം കഷ്ടപ്പെടുത്തി. അപ്പോൾ ആ കുട്ടി എപ്പോഴും നാരായണായ നമ, അതായത് സ്വയം ദൈവമായിട്ട് വന്ന ആളാണ് ഹിരണ്യകശിപു. അപ്പോൾ ഹിരണ്യകശിപു അവരവരെ സ്തുതിക്കാൻ വേണ്ടിയിട്ട്, ഈ കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭടന്മാരെ കൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് മുഴുവനും ഈ കുട്ടിയെ പലതരത്തിലും പീഡിപ്പിച്ചു, പലതരത്തിലും പിന്നെ പറയിപ്പിക്കാൻ നോക്കി. കുട്ടി ജീവൻ പോയി കഴിഞ്ഞാൽ നാരായണായ നമ എന്നേ പറയുള്ളൂ. അങ്ങനെ അവസാനം ഈ പറയുന്ന കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് അവസാനം നടക്കാതെ ഈ കുട്ടി പറഞ്ഞു, നിന്റെ നാരായണൻ എവിടെയാണ് നിന്റെ നാരായണൻ? നിന്റെ നാരായണൻ തൂണിലുണ്ടോ? കുട്ടി പറഞ്ഞു, ഉണ്ട്. തുരുമ്പിലുണ്ടോ? ഉണ്ട്. വെട്ടിടോ തൂണ് എന്ന് പറഞ്ഞു. തൂണ് വെട്ടി പിളർന്നിട്ട് ആരാണ് വന്നത്? നരസിംഹമൂർത്തിയാണ്. ആ നരസിംഹമൂർത്തി വന്നിട്ടാണ് ഹിരണ്യകശിപുവിനെ നെഞ്ച് പിളർന്നിട്ട് പിന്നെ കൊടൽമാല വാരി അണിഞ്ഞത്. അങ്ങനെയാണ് അതിൻ്റെ പതനമുണ്ടായത് എന്ന് പറഞ്ഞ പോലെ ഇപ്പം മൊയലാളിക്ക് ദൈവം ഒരു കൊട്ട് കൊടുത്തതാണ്. ഈ പറയുന്ന വലിയ 900 കോടിയുള്ള ഈ മൊയലാളിക്ക് ദൈവമായിട്ടൊരു കൊട്ട് കൊടുത്തതാണ്. എന്ത്? ഒരിക്കൽ ഹെലികോപ്റ്റർ ഇടിഞ്ഞു പൊളിഞ്ഞ് എവിടെയും കണ്ട് വീണില്ലേ? അപ്പം ഈ നടിപ്പാര് ചെയ്താലും ഈശ്വരൻ എന്ന് പറയുന്നവൻ, നമ്മൾ പഠിച്ച കഥ, ഈശ്വരൻ എന്ന് പറയുന്നവൻ ഒരു മനുഷ്യന് പണം കൊടുക്കുമ്പോൾ പണം മാത്രമേ കൈനീട്ടി വാങ്ങാൻ പാടുള്ളൂ, അഹങ്കാരം കൈനീട്ടി വാങ്ങാൻ പാടില്ല. ഇത് അഹങ്കാരം മാത്രമല്ല, തൊട്ടിത്തരം വരെ കയ്യിലുണ്ട് ഈ മൊയലാളിയുടെ. അത് ഈ പറയുന്ന എന്താ പറയുക, ജാതിയാലുള്ളത് തൂത്താ പോവില്ല എന്ന് പറഞ്ഞ പോലെ, ഞാൻ ജാതിയല്ല പറയുന്ന ശ്രീനിജ അല്ലെങ്കിൽ നാട്ടുകാരെ, ഞാൻ ജാതിയല്ല പറയുന്നത്, ഇത് പഴമൊഴിയാണ്. ജാതിയാലുള്ളത്
തൂത്താ പോവില്ലെന്ന് പറഞ്ഞാൽ ജാതിയല്ല അവിടെ വരുന്നത്. കുഞ്ഞുകാലത്തുള്ളത്, കുഞ്ഞു ചെറുപ്പത്തിലെ പഠിച്ചത്, കുഞ്ഞു ചെറുപ്പത്തിലെ ശീലിച്ചത് അവൻ അവസാന കാലം വരെ തൂത്താ പോവില്ല. അവൻ കോടീശ്വരനായിക്കോട്ടെ, ലക്ഷപ്രഭു ആയിക്കോട്ടെ, അമേരിക്കൻ പ്രസിഡന്റ് ആയിക്കോട്ടെ, ആര് വേണമെങ്കിൽ ആയിക്കോട്ടെ, അവൻ്റെ കുഞ്ഞു ചെറുപ്പത്തിൽ അവൻ പഠിച്ച ചെറ്റത്തരം അത് അവൻ്റെ അവസാന കാലം വരെ ഉണ്ടാവും. അത് ഈ മൊയ്ലാളിയെ കണ്ടാൽ നമുക്ക് നന്നായിട്ടറിയാം എന്ത് 1 നമ്പർ 1 ആണെന്ന്. അത് ഞാൻ എന്താണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ പറയുന്ന മൊയ്ലാളി പൈസ ഇറക്കിയിട്ട് സർവമാന ആൾക്കാർക്ക് നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് മൊയ്ലാളി. കാരണം മൊയ്ലാളി ഈ കണ്ട കാലം ഉണ്ടാക്കി വെച്ച പൈസയുടെ മൂല്യം എന്താണെന്ന് മുതലാളിയുടെ പ്രവൃത്തി നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റും. അത് പണ്ടാരാണ്ട് പറഞ്ഞ മാതിരി ഈ പോത്തിനെന്ത് ഏത്തവാഴ എന്ന് പറഞ്ഞ മാതിരി പോത്തുകൾക്കൊന്നും വലിയ ഏത്തവാഴയൊന്നുമില്ല. പോത്തുന്നല്ല ഇവിടെ പറയേണ്ടത്, മറ്റൊരു ജീവിയുടെ പേരാണ്. ആ ജീവിയുടെ പേര് ഞാൻ പറയുന്നില്ല. കാരണം നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു അക്ഷരം പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. തമാശയ്ക്ക് പോലും ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റെസ്ട്രിക്ഷനാണ്. ഈ പറയുന്നവർക്കൊന്നും യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല. ഒരു തരത്തിലുള്ള ആരെ വേണമെങ്കിൽ വെല്ലുവിളിക്കാം, ആരെ വേണമെങ്കിൽ കൊല്ലുന്നു പറയാം, ആരെ തിന്നുന്നു പറയാം, എന്ത് വേണമെങ്കിൽ ഇവർക്ക് പറയാം. ഇവർക്കൊന്നും യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല. നമുക്ക് മിണ്ടിയാൽ മതി, നമുക്ക് മിണ്ടാൻ പറ്റില്ല. അമ്മാവന് അടുപ്പിലും തൂറാം, അനന്തരവന് പറമ്പിൽ പോലും ആയിക്കൂടാ എന്നാണ് ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ അവസ്ഥ. അപ്പോൾ ഈ പറയുന്നവന്മാർ ചെയ്യുന്ന പ്രവൃത്തികൾ മുഴുവനും ഈ മൊയ്ലാളി പൈസ കൊടുത്തിട്ട്, മൊയ്ലാളി പൈസ കൊടുത്ത് ഓരോ ഭാഗത്തു കൂടെ 10 പൈസയ്ക്ക് മൊയ്ലാളി നല്ല ഭാഗത്ത് പറയിപ്പിക്കണമെങ്കിൽ 1 കോടി കൊടുത്തിട്ട് മൊയ്ലാളി മറ്റുള്ളവൻ്റെ നെഞ്ചത്തോട്ട് കയറാനുള്ള വഴിയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതിന് മൊയ്ലാളി കൂട്ടാണ്. കാരണം മൊയ്ലാളി പറയുന്ന പോലെ ഹിരണ്യകശിപുവിനെ ജപിച്ച പോലെ മൊയ്ലാളിയെ എപ്പോഴും എല്ലാവരും ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. അല്ലാതെ മുതലാളിക്കെതിരെ, അതായത് മുതലാളിക്കെതിരെ പറയും മീൻസ് മുതലാളി ചെയ്ത തെറ്റുകൾ പറയാൻ പാടില്ല, അൻവർക്കാക്ക ചെയ്ത തെറ്റുകൾ പറയാൻ പാടില്ല. വിമർശിച്ചാൽ നമ്മൾ അപ്പം തിരിഞ്ഞു കടിക്കും. അജാതി വിഷപ്പാമ്പാണ്. വിമർശിക്കരുത്. ഞങ്ങൾ വിമർശിക്കേ, നമ്മളെല്ലാം തികഞ്ഞവരാണ്. അപ്പം ആ വിമർശിക്കുന്നവനെ ഒരിക്കലും ഒരക്ഷരം പറയാൻ പാടില്ല. അവർ വിമർശിക്കപ്പെടേണ്ടവരേ അല്ല, അവർ പാദസേവ ചെയ്യേണ്ടവരാണ്. അവരെ പൂജിക്കണം. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവരെയൊക്കെ പൂജിക്കണം. അതിന് മുതലാളി ഇങ്ങനെ പുറകിൽ നിന്ന് സപ്പോർട്ട് കൊടുത്തിട്ട് ആരൊക്കെയാണോ കിട്ടുന്നത് വെച്ചെങ്കിൽ അവർക്കൊക്കെ സപ്പോർട്ട് കൊടുത്ത് ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മൊയ്ലാളി ചെയ്യുന്ന വേറൊരു പണിയുണ്ട്. എന്ത്? മൊയ്ലാളിക്ക് കുറേ സ്ഥാപനങ്ങളുണ്ട്. ഈ പറയുന്ന മൊയ്ലാളിയുടെ സ്ഥാപനങ്ങൾ മുഴുവനും കൃത്യമായിട്ട് അതിൻ്റെ കണക്കെടുത്തു കഴിഞ്ഞാൽ അത് മുഴുവനും നിയമവിരുദ്ധമായിട്ട് കെട്ടിപ്പൊക്കിയിട്ടുള്ളതാണ്. അതിൻ്റെ ചുറ്റിലും നിൽക്കുന്ന സ്ഥലങ്ങളായാലും അടിച്ചു മാറ്റിയതായാലും നികത്തിയതായാലും പാടനികത്തിയതായാലും ഏത് തരത്തിലുള്ള കോംപ്ലക്സുകൾ നിൽക്കുന്ന മൊയ്ലാളിയുടെ കമ്പനികളോ അല്ലെങ്കിൽ ഈ പറയുന്ന PDA മുറികളൊക്കെ നിൽക്കുന്ന സംഗതികൾ നോക്കിക്കഴിഞ്ഞാൽ അത് മുഴുവനും നിയമവിരുദ്ധമാണ്. പക്ഷേ മൊയ്ലാളിയുടെ കാശുണ്ട്, അതുകൊണ്ട് ആരും പറയില്ല. ഭരണകർത്താക്കളും പറയില്ല, പ്രതിപക്ഷ കർത്താക്കളും പറയില്ല, ആരും പറയില്ല. കാരണം നിന്റെ കയ്യിൽ പൈസയുണ്ടെങ്കിൽ, നിന്റെ കയ്യിൽ അധികാരമുണ്ടെങ്കിൽ നിന്നെ പറയാൻ ആർക്കും ധൈര്യമില്ല. അപ്പം പിന്നെ മൊയ്ലാളിയുടെ ആ ഭാഗം ക്ലീനായി. അപ്പം മൊയ്ലാളി എല്ലാവരും തൊഴും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൊയ്ലാളി വന്നിട്ട് ഇങ്ങനെ 10 റുപ്യയോ 5 റുപ്യയോ ഒക്കെ ഓരോരുത്തർക്ക് ഇങ്ങനെ സക്കാത്ത് കൊടുക്കുമ്പോൾ എല്ലാവരും മൊയ്ലാളിയായ നമഹ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആകെ കൂടിയിട്ട് മൊയ്ലാളിക്ക് നേരെ എന്തെങ്കിലും പറയണമെങ്കിൽ നട്ടലുള്ളവരുണ്ടാവണം. മൊയ്ലാളിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവന് നല്ല നട്ടലുണ്ടാവണം, നല്ല ചങ്കുറപ്പും ഉണ്ടാവണം. പിന്നെ സത്യത്തിന് ഒപ്പം നിൽക്കുന്നവനാവണം. അങ്ങനെയുള്ളവർ മാത്രമേ. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഇന്നത്തെ ശാപം ആരും സത്യത്തിനൊന്നും വലിയ വില കൊടുക്കുന്ന ആൾക്കാരല്ല. ഈ പുല്ലാനി പൂക്കുമ്പോൾ അങ്ങോട്ട്, കാവള പൂക്കുമ്പോൾ ഇങ്ങോട്ടും പറഞ്ഞിട്ട് ആടിക്കളിക്കുന്ന കുറേ ആൾക്കാരാണ് ഇന്ന് ഏറ്റവും ഓൾമോസ്റ്റും കൂടുതൽ. അതായത് ഒരു സ്ഥിരമായ ഒരു കെട്ടുറപ്പുള്ള അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു ധാരണയുള്ള ഒരു ധൈര്യമുള്ള ഒരു മനുഷ്യരും നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ല എന്നുള്ളതാണ് വേറൊരു സത്യം. ഈ പറയുന്ന പോലെ നിന്നെ പറഞ്ഞാൽ ഓക്കെ അത് ശരിയാ, ഇപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞു പറഞ്ഞാൽ അതും ശരിയാണ്. അതായത് ഒരു സ്വന്തമായ ഒരു അഭിപ്രായമില്ല, ആടിക്കളിച്ചുകൊണ്ടിരിക്കുക. ഈ ആടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് കൂടുതലും. അതായത് എല്ലാവരെയും സുഹിപ്പിക്കണം, എല്ലാവർക്കും. ആരെയും വെറുപ്പിക്കാൻ ആർക്കും താല്പര്യമില്ല. അവൻ ചിലപ്പം പൊട്ടത്തരങ്ങളായിരിക്കും ചെയ്യുന്നുണ്ടാവുക, അതവൻ്റെ മുഖത്ത് നോക്കി പറയാനായിട്ട് ആർക്കും ഒരു തരത്തിലുള്ള മനസ്സുമില്ല. എല്ലാവർക്കും എല്ലാവരെയും സുഖിപ്പിച്ച് സ്വയം നല്ലവനായി നിൽക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. അതായത് ഞാനൊരാളെ വിമർശിച്ചാൽ എൻ്റെ പേര് പോവില്ലേ? അപ്പം ഞാനൊരാളെ കുറ്റം പറഞ്ഞാൽ എൻ്റെ പേര് പോവില്ലേ? അപ്പം അതുകൊണ്ട് എല്ലാവരെയും ഇങ്ങനെ ഒഴിഞ്ഞ് മെഴുക്കിട്ട് കുളിപ്പിച്ച് ഇങ്ങനെ കിടത്തി ഇരിക്കാനാണ് എല്ലാവർക്കും താല്പര്യം. അങ്ങനത്തെ സമൂഹമാണ് ഇന്ന് ചുറ്റിലും ഉള്ളത്. അപ്പം അതുകൊണ്ട് ഇതിനിടയിലൊക്കെ വളരെ ആർജവത്തോടുകൂടി സത്യസന്ധതയോട് കൂടിയിട്ട് സത്യത്തെ മുറുകെ പിടിച്ച് ആ സത്യം മാത്രം വിളിച്ചു പറയുന്ന ഒരാളായിരുന്നു മറുനാടൻ മലയാളി. അപ്പം പിന്നെ അദ്ദേഹത്തിൻ്റെ കടയ്ക്ക് കത്തി വയ്ക്കണ്ടേ? വേണ്ട അൻവർക്കാക്ക.
അപ്പൊ അൻവർ കാക്ക ചെയ്തത് അതാണ്. അൻവർ കാക്കന്റെ പണിയാണ് ചെയ്യുന്നത്. അതായത് ഒന്നാന്തരം ജിഹാദിസം. ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് ഈ അൻവർ കാക്കാനെ ED കറക്റ്റായിട്ടും തപ്പണം. ED ഇപ്പൊ ഈ പറയുന്ന ആൾക്കാരുടെ അവിടെയൊക്കെ റെയ്ഡ് ചെയ്യുന്നുണ്ട്, ഓരോരുത്തരെ കണ്ടുപിടിക്കുന്നുണ്ട്, കുത്തിപ്പൊക്കുന്നുണ്ട്. പക്ഷെ ED ആദ്യം ചെയ്യേണ്ടത് ഈ അൻവർ കാക്കനെ പോലുള്ള ആൾക്കാരെ പിടിച്ച് നന്നായിട്ട് കുടയണം. അല്ലാണ്ടൊന്നും അൻവർ കാക്കയ്ക്ക് ഒരു അമക്കം വരില്ല, ഉറപ്പാണ്. അതുപോലത്തെ തിളപ്പാണ് തിളയ്ക്കുന്നത്. ഒരു മനുഷ്യനെതിരെയല്ലടോ, ഒരു മര്യാദ കാണിച്ചൂടെ? ഒരല് തന്നെയാണ് വിഴുങ്ങുന്നതെന്നുണ്ടെങ്കിലും വിരൽ കൊണ്ടൊരു മറ വേണമെന്നാ പറയാ. അപ്പൊ ഈ അൻവർ കാക്ക ഒരു മനസാക്ഷി കാണിച്ചൂടെ? എന്തിനാണ് ഇങ്ങനെ തരം താഴ്ന്ന് തറയായി പോകുന്നത്? വെറും തറ. തൻ്റെ ദിവസമുള്ള വെല്ലുവിളികളൊക്കെ കാണുമ്പോൾ വെറും കൂലിത്തല്ലുകാരനായിട്ടൊരു ഗുണ്ടയുടെ ലുക്കാണ് ശരിക്കും കാണുന്നത്. അതാണ് എടുത്ത് കാണിക്കുന്നത്, പറയാതിരിക്കാൻ പറ്റില്ല. അതായത് ഒരു ലോക്കൽ ക്ലാസ് ഗുണ്ടയില്ലേ, ആ ഗുണ്ട വെല്ലുവിളിക്കുന്ന അതേ പ്രതീതി. MLA ആണത്ര, MLA. ഈ MLAയുടെ വില വരെ കളയാൻ വേണ്ടിയിട്ടുണ്ടായതാണ് ഈ പറയുന്നത്. അതിൻ്റെ കൂടെ ഒരു ശ്രീനിജൻ. ശ്രീനിജന്റെ വിചാരം എന്താ? ഞാനാണ് കേരള രായാവ് എന്നാണ് ശ്രീനിജന്റെ വിചാരം. ഞാനാണ് കേരളത്തിന്റെ ആദ്യത്തെയും അവസാനത്തെയും പേര്. ആര്? പേര് ശ്രീനിജൻ. ആ പേരുണ്ട് ശ്രീനിജൻ, ആ പേരിട്ടവനെ തല്ലണം. അതുപോലത്തെ തെണ്ടിത്തരമാണ് ഈ ശ്രീനിജൻ കടന്ന് കാണിച്ചു കൂട്ടുന്നത്. ഇനിയിപ്പോൾ നാളെ പട്ടികവർഗത്തിന്റെ പേരും പറഞ്ഞിട്ട് എന്നെ അറസ്റ്റ് ചെയ്യാൻ വരുമോ എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. കാരണം ഈ പട്ടികവർഗം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ജാതി പറഞ്ഞ് ആക്ഷേപിക്കലാവുന്നത്? ഞാനന്ന് അദ്ദേഹത്തിന്റെ എല്ലാ ന്യൂസുകളും കേട്ടിട്ടുള്ളതാണ്. അപ്പൊ ആ ന്യൂസിൽ എവിടെയും ഞാൻ ജാതി പറയുന്നത് ഞാൻ കേട്ടില്ല. ഇനി ജാതി പറഞ്ഞത് ഇദ്ദേഹത്തെ പബ്ലിക്കായിട്ട് ജാതിയിൽ വെല്ലുവിളിച്ചു എന്നാണ് കൊടുത്തിട്ടുള്ള കംപ്ലൈന്റ്. അത് ഇവിടുത്തെ കോടതികൾക്ക് ആ പറയുന്ന വീഡിയോസ്, അന്ന് ചെയ്ത വീഡിയോസ്, അതാണല്ലോ ഇപ്പം ഇതിനൊക്കെ ഏറ്റവും വലിയ കാരണം. അപ്പം ആ വീഡിയോസ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏത് പൊട്ടനും മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ അദ്ദേഹം അതിലെന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. എന്നിട്ടൊരു മനുഷ്യനെ വ്യക്തിപരമായിട്ട് ഇങ്ങനെ ഹരാസ് ചെയ്ത് സമാധാനം കളഞ്ഞ്, അതായത് അവസാനത്തിന്റെ വക്കിൽ കൊണ്ട് എത്തിക്കാന്ന്. ഗുണ്ടായിസമാണ് ഇതിന് പച്ചയ്ക്ക് പറയുന്ന പേരാണ് ഗുണ്ടായിസം. ഇത് നാളെ ഈ നാട്ടിലുള്ള സർവ്വമാന മീഡിയ ചാനലുകൾക്കാർക്കും ബാധകമാണ്. ഇപ്പം ഇന്ന് വലിയ മാന്യന്മാരായിട്ട് നിൽക്കുന്നില്ലേ? ഈ മാന്യന്മാരായിട്ട് നിൽക്കുന്ന സർവ്വമാന ചാനലുകാർക്കും ഇത് നിർബന്ധമാണ്. ഇത് കിട്ടും, ഇവരുടെ കയ്യിൽ നിന്നൊക്കെ പണി കിട്ടും. ഒരാൾക്ക് സപ്പോർട്ട് ചെയ്യാണ്ട് നിങ്ങളെല്ലാവരും ഒരുമിക്കാണ്ട് ഈ സോഷ്യൽ മീഡിയയിലായാലും ഈ പറയുന്ന മറ്റുള്ള പൊതുസ്ഥലങ്ങളിലായാലും ഇവരെല്ലാവരും കൂടി ഒരുമിക്കാതെ ഒരു മനുഷ്യനെ ടോർച്ചർ ചെയ്തിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുമ്പോൾ നാളെ നിങ്ങൾക്കും വരാൻ പോകുന്നത് ഇതൊക്കെ തന്നെയാണ്. ഈ കമ്മ്യൂണിച്ചം വടി വെട്ടിയിട്ടേ ഉള്ളൂ. വടി വെട്ടിയിട്ടേ ഉള്ളൂ. മലയാളി തല്ലുകൊള്ളാൻ പോണേ ഉള്ളൂ. മലയാളി ഇതുകൊണ്ടൊന്നും ആയിട്ടില്ല. നിങ്ങൾക്ക് അടി കിട്ടാൻ പോണുള്ളൂ. നിങ്ങൾ ഇനിയും അനുഭവിക്കും, നിങ്ങൾക്ക് ഇനിയും കിട്ടും. നിങ്ങൾ അവസാനം അടി കിട്ടിയിട്ട് ഓടേണ്ടി വരും. പിന്നിൽ പുറത്ത് പാള വെച്ച് കെട്ടി ഓടേണ്ടി വരും, ഉറപ്പാണ്. കാരണം അതുപോലത്തെ അക്രമങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും പറയുന്ന ഈ മുതലാളിക്ക് മതിയാവാതെ മുതലാളി ഇപ്പം ചെയ്യുന്ന പണി എന്താണെന്നറിയോ? മുതലാളി ഇങ്ങനെ ഈ ഈ നായ്ക്കളില്ലേ, നായ്ക്കളിങ്ങനെ സർവേക്കല്ലുമേ കാണുന്ന സർവേക്കല്ലിൽ മുഴുവനും നായ്ക്കൾ ഇങ്ങനെ മൂത്രമൊഴിച്ചുകൊണ്ട് നടക്കും. കണ്ടിട്ടില്ലേ? നമ്മൾക്ക് ദിവസം പരിചിതരായ ഒരു സംഗതിയാണിത്. നായ്ക്കൾ കാണുന്ന സർവേക്കല്ലിലൊക്കെ ഇങ്ങനെ മൂത്രമൊഴിച്ചുകൊണ്ട് നടക്കും. എന്ന പോലെ മോലാളി ഇപ്പം ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സർവമാന സ്റ്റേറ്റുകളിലും സർവമാന ജില്ലകളിലും നടന്നു പെടുക്കുകയാണ്. കേസ് കൊടുക്കുക. എന്ത്? മറുനാടിനെതിരെ. ലക്നൌവില്, കേരളത്തില്, തൃശ്ശൂര്, എറണാകുളത്ത്, തിരുവനന്തപുരത്ത്, കോഴിക്കോട്, ബാക്കി ഉത്തർപ്രദേശിൽ, മധ്യപ്രദേശിൽ, അങ്ങനെ സർവ്വമാന സ്റ്റേറ്റിലും പട്ടി നടന്ന് സർവേക്കല്ലിൽ ഇങ്ങനെ മൂത്രമൊഴിക്കും പോലെ കാശിങ്ങനെ വാരി വെതറിക്കൊണ്ട് ഒരാളുടെ പേരിൽ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പെടാപ്പാട് പെടുവാണ് മാധ്യമങ്ങൾക്ക് നേരെ. കാരണം ഇദ്ദേഹത്തിന് മാനനഷ്ടം വരുത്തിയെന്ന്. 10 കോടി, ആദ്യം 50 കോടിയായിരുന്നു, പിന്നെ മാനത്തിന്റെ വില കുറച്ചു. എൻ്റെ പൊന്നു കൂട്ടുകാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ മാനത്തിന് വില പറയാൻ പറ്റുമോ? എൻ്റെ മാനത്തിന് വിലയൊന്നും കൽപ്പിക്കാൻ പറ്റില്ല. എൻ്റെ മാനത്തിന് എങ്ങനെയാണ് വില കൽപ്പിക്കുന്നേ? അങ്ങനെ വില കൽപ്പിക്കാൻ പറ്റുന്ന, വില പറയാൻ പറ്റുന്നതാണോ എൻ്റെ മാനം? അല്ല. എൻ്റെ മാനം ഈ വില കൽപ്പിക്കാൻ പറയുന്ന പൈസകളൊക്കെ അതിനേക്കാളൊക്കെ അമൂല്യമാണ് എൻ്റെ മാനം. അപ്പം അതുകൊണ്ട് മാനത്തിന് വില കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ മാനനഷ്ടം 50 കോടി, മാനനഷ്ടം 10 കോടി, അവസാനം 50 കോടിയുള്ള മാനനഷ്ടം മുതലാളിയുടെ 10 കോടിയിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. അത് കറക്റ്റാണ്. മുതലാളിക്ക് അതിന് മാത്രമുള്ള മാനം തന്നെയുള്ളൂ. കാരണം കാശും കെട്ടുകൾ ഇങ്ങനെ അടുക്കി വെച്ചാൽ മാനം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ചില ആൾക്കാർ പറയും മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആകാശം, താഴെ നോക്കിക്കഴിഞ്ഞാൽ ഭൂമി, മുകളിലേക്ക് നോക്കിയാൽ മാനം എന്നും പറയും ചില ആൾക്കാർ. ആ മാനമല്ല മാനം, അഭിമാനം എന്നൊന്നുണ്ട്. അഭിമാനമുള്ളവൻ ഈ പറയുന്ന ഈ എച്ചില് പണിക്കൊന്നും പോവില്ല. എച്ചില് പണിക്ക് പോകുന്നവൻ, അതായത് ആന മെലിഞ്ഞാൽ തൊഴുത്തി കെട്ടുവോ? ഇല്ല. ആന മെലിഞ്ഞാൽ തൊഴുത്തി കെട്ടില്ല. ആന മെലിഞ്ഞാലും തൊഴുത്തി കെട്ടില്ല.
പക്ഷെ ആനയാവണം, ജനിക്കുമ്പോൾ തന്നെ ആനക്കുട്ടിയായിട്ട് ജനിക്കണം. അതാണ് ആന മെലിഞ്ഞാലും തൊഴുത്തിക്കെട്ടില്ല എന്ന്. അതല്ലാതെ ഇതേപോലത്തെ പിന്നെ എന്താ പറയുക, ഈ എച്ചിത്തരം കൊണ്ട് പിന്നെ കൊണ്ട് നടക്കുന്നവർ, എച്ചിത്തരം കൊണ്ട് പ്രവർത്തിക്കുന്നവർ, ആ എച്ചിത്തരം എത്ര മുതലാളി ആയാലും മറക്കില്ല. അവനവൻ്റെ ഈ അല്പന അർത്ഥം കിട്ടിക്കഴിഞ്ഞാൽ അർദ്ധരാത്രിക്കും കൊട പിടിക്കും പറഞ്ഞ പോലെ ആ കിട്ടിയ അർത്ഥം കൊണ്ട് എത്ര മനുഷ്യരെ ദ്രോഹിക്കാം, അത്രയും മനുഷ്യരെ അവൻ അങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കും. കാരണം അർഹിക്കുന്ന കയ്യിലല്ല പണം ചെന്നുപെട്ടത്, അർഹിക്കുന്ന പിന്നെ വ്യക്തിക്കല്ല അധികാരം കിട്ടിയത്. അതായത് കുരങ്ങൻ്റെ കയ്യിലെ പൂമാല. ഈ പറയുന്ന ശ്രീനിജനായാലും, ഈ പറയുന്ന അൻവർ കാക്ക ആയാലും, ഈ പറയുന്ന മൊയിലാളി ആയാലും, ഈ പറയുന്ന അർഹിക്കാത്തവൻ്റെ കയ്യിലാണ് എന്ത് കിട്ടിയിരിക്കുന്നത്? പണവും അധികാരങ്ങളും. അവരത് പരമാവധി, അതായത് നല്ല രീതിയിലും നമുക്കത് പിന്നെ ഉപയോഗിക്കാം, കെട്ട രീതിയിലും ഉപയോഗിക്കാം. അപ്പോൾ ആ കെട്ട രീതിയിൽ ഉപയോഗിക്കുന്ന, പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളൊരു കഥയുണ്ടായിരുന്നില്ലേ, എനിക്ക് കറക്റ്റായിട്ട് അവരുടെ പേര് ഓർമ്മ വരുന്നില്ല. 2 കുട്ടികളോട് 10 രൂപ കൊടുത്തിട്ട് 2 കുട്ടികളോട് ഈ 10 രൂപയ്ക്ക് ഒരു മുറി തുറന്ന് കാണിച്ചു കൊടുത്തിട്ട് ആ 10 രൂപയ്ക്ക് കൊണ്ട് ആ മുറി നിറയ്ക്കാൻ പറഞ്ഞു. ആ മുറി നിറയ്ക്കാൻ പറഞ്ഞു. 2 പേർക്കും 2 മുറി കൊടുത്തു. ആ മുറി കൊടുത്തിട്ട്, ഞാൻ ആ കുട്ടികളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഞാൻ പാഠപുസ്തകത്തിൽ പഠിച്ചതാ. ആ 2 മുറി കാണിച്ചു കൊടുത്തിട്ട് ആ മുറി നിറയ്ക്കാൻ പറഞ്ഞു. ഒരു കുട്ടി എന്ത് ചെയ്തു? 10 രൂപയ്ക്ക് എന്ത് കിട്ടാനാ? ഒന്നും കിട്ടില്ല. അപ്പോൾ ഒരു ഹോട്ടലിൽ പോയിട്ട് നിറയെ വേസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ. ആ വേസ്റ്റുകൾ മുഴുവനും കൊണ്ടുവന്നിട്ട് ഈ മുറിയിൽ അങ്ങോട്ട് കയറി തള്ളി മുറി ലോക്ക് ചെയ്തു. മുറി നിറഞ്ഞു. മറ്റേ കുട്ടി എന്ത് ചെയ്തു? ഒരു പാക്കറ്റ് ചന്ദനത്തിരി, പിന്നെ ഒരു ചെറിയൊരു വിളക്ക്, ഒരു ചെറിയൊരു ഒരു കുഞ്ഞൊരു ദൈവത്തിൻ്റെ ഫോട്ടോ, പിന്നെ ഒരു കത്തിക്കാനായിട്ടുള്ളൊരു ചന്ദനത്തിരിയും എല്ലാം കൂടി കൊണ്ടുവന്ന് വെച്ചിട്ട് ആ ദൈവത്തിൻ്റെ ഫോട്ടോ അവിടെ വെച്ച് ആ ചന്ദനത്തിരി കത്തിച്ച് വിളക്ക് കത്തിച്ച് അവനും മുറിയടച്ചു. ഈ പറയുന്നവർ വന്നിട്ട് കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് അവർ മുറി നിറച്ചത് കാണാൻ വേണ്ടിയിട്ട് നോക്കുമ്പം ഒരുത്തൻ്റെ മുറി തുറന്നപ്പം മൂക്ക് നാറ്റം സഹിക്കാൻ വയ്യ. മറ്റേ കുട്ടിയുടെ മുറി തുറന്നപ്പോഴോ, ആഹാ എന്തൊരു മനോഹരം, മുറി നിറഞ്ഞില്ലേ. ഒരു ഭഗവാന്റെ ഫോട്ടോ അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ ഫോട്ടോ അവിടെ വെച്ച് കഴിഞ്ഞിട്ട് ഒരു തിരിയും വെച്ച് ഒരു വിളക്കും കത്തിച്ചിട്ട് ഒരു ചന്ദനത്തിരിയും കത്തിച്ച് കഴിഞ്ഞാൽ ആ ചന്ദനത്തിരിന്ന് വരുന്ന മണവും ആ കാണുന്ന ദീപവും ഏതോ ദൈവങ്ങളാവട്ടെ. മുറി നിറഞ്ഞില്ലേ? ആരുടെയും മനസ്സ് നിറഞ്ഞില്ലേ? നേരെ മറിച്ചിട്ട് മറ്റേ മുറി തുറന്നപ്പോഴോ വെറും വേസ്റ്റാണ്. എന്ന പോലെയാണ് ഈ പറയുന്ന മൊയിലാളിയും ഈ പറയുന്ന MLA മാരും. വെറും വേസ്റ്റാണ്. യാതൊരു കാര്യവുമില്ല. എവരെയും ഒന്നും തിരഞ്ഞെടുത്തിട്ട് യാതൊരു കാര്യവുമില്ല. അപ്പോൾ ഇവർക്കൊക്കെ പൈസ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പൈസയ്ക്ക് ഇവർ ചെയ്യുന്ന പരിപാടി എന്താണെന്നറിയോ? ജിഹാദിസമാണ് ഇവിടെ നടക്കുന്നത്. ജിഹാദിസം. ഈ വരുന്ന ഫണ്ടുകളെ കൊണ്ടും ഈ കൈ കിട്ടുന്ന പൈസകളെ കൊണ്ടും ഈ പറയുന്ന അധികാര ദുർവിനിയോഗങ്ങളെ കൊണ്ടും ഇവർ നടത്തുന്നത് 1-ാം നമ്പർ ജിഹാദിസമാണ്. 1-ാം നമ്പർ ജിഹാദിസം. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു റീൽസിൽ ഒരു കാര്യം കാണാനിടയായി. അതായത് അബ്ദുള്ള, അതായത് ഏറ്റവും വലിയ വർഗീയവാദിയുടെ എന്താ പറയുക മെയിൻ സാധനമാണ് ആ സാധനം. ലോക വിഷമാണത്. ലോക കാളകൂട വിഷമാണ് സാധനം. ആ കാളകൂട വിഷം പറയുന്നത് ഈ അബ്ദുള്ള ഒരു മാധ്യമം പത്രത്തിൻ്റെ ചീഫ് എഡിറ്ററോ മറ്റോ ആയിരുന്നു. അത് ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. അദ്ദേഹവും ഒരു പത്രധർമ്മം നടത്തിയിരുന്ന സ്ഥാപനം നടത്തിയിരുന്ന ഒരു മനുഷ്യനാണെന്ന് ഓർക്കണം. എന്നിട്ടാണ് അയാൾ ജാതിക്ക് വേണ്ടിയിട്ട്, അതായത് പത്രധർമ്മമൊക്കെ ജാതി വരുമ്പോൾ മാറി നിൽക്കും. ജാതിയാണ് ഇവിടെ മെയിനായിട്ട്. ഇവിടെ ഒരു ജാതിയുണ്ട്. ഒരു 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 ന്യൂനപക്ഷം എന്ന് പറയുന്ന ഒരു പച്ചമുണ്ട് ഇവിടെ. ഈ ന്യൂനപക്ഷം ഇവിടെ ഒരു പച്ചം തന്നെയാണിപ്പോൾ. ഈ ന്യൂനപക്ഷത്തിനെ കൊണ്ട് ഇപ്പം ജീവിക്കാൻ വയ്യാന്നായി. ആ ന്യൂനപക്ഷത്തിൻ്റെ ഒരു പച്ചമാണ് ഈ പറയുന്ന അബ്ദുള്ള. ഈ അബ്ദുള്ള എന്ന് പറയുന്ന കാളകൂട വിഷം പറയാണ് ഈ പറയുന്ന മറുനാടൻ മലയാളിയെ പൂട്ടിയതിന്, മറുനാടൻ ഒരു പത്രസ്ഥാപനത്തെ പൂട്ടിയതിന് എല്ലാ മുസ്ലിങ്ങളും ഒരു ദിവസം നോമ്പെടുക്കണമെന്ന്. ഈ നോമ്പെന്ന് പറയുന്നത് എന്താ? ഒരു വിശുദ്ധമായൊരു ചടങ്ങാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കറിയില്ല. ഇവരൊക്കെ ആചരിക്കുന്നത് അതിൻ്റെ പേരും പറഞ്ഞിട്ടാണ്. അതായത് വിശുദ്ധമായ ഒരു മാസം, റമളാൻ മാസം എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതൊക്കെ ഈ പറയുന്ന മനുഷ്യൻ പറയുന്നു. ഈ മറുനാടൻ മലയാളിയെ, ഒരു പത്രക്കാരനെ അനാവശ്യമായി നുണ പറഞ്ഞ് അനാവശ്യമായ തോന്നിവാസങ്ങൾ കാണിച്ച ഒരു പത്രക്കാരനെ പൂട്ടിയിട്ട്, ആ പത്രക്കാരനെ പൂട്ടിയിട്ട് ആഘോഷിക്കുകയാണ്. ആശംസകൾ PV അൻവറിന് ആശംസകൾ. എന്നിട്ടാണ് എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നത്. അബ്ദുള്ള ആഹ്വാനം ചെയ്യുന്നത് എന്താണെന്നറിയോ? ഒരു ദിവസം നിങ്ങൾ നോമ്പെടുക്കണമെന്ന് പടച്ചോൻ്റെ മുന്നിൽ. അപ്പം ഇവരുടെ പടച്ചോൻ്റെ മഹത്വമല്ലേ കാണുന്നത്? ഈശ്വരനാണോ ഇങ്ങനെ? ഈശ്വരൻ ഇതിന് കൂട്ടു നിൽക്കുവോ? എനിക്ക് തോന്നിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി രണ്ടാമത് പറഞ്ഞേക്കണത് ഇപ്പം എന്താണെന്നറിയോ? ക്രിസ്തീയ സ്കൂളുകളിലൊന്നും കുട്ടികളെ വിടരുതെന്ന്.
മുസ്ലിമുമായിട്ടുള്ള കുട്ടികളെ ക്രിസ്തീയ വിദ്യാലയത്തിൽ വിട്ട് പഠിപ്പിക്കരുതെന്ന്. എങ്ങനെയുണ്ട്? വർഗീയതയല്ല, താരാട്ടുപാട്ടാണ്. നിങ്ങൾ അങ്ങനെ വേണം മനസ്സിലാക്കാൻ. ആരാ പറഞ്ഞതാരാ? ഓ അബ്ദുള്ളയാ. അപ്പം അതുകൊണ്ട് വർഗീയതയല്ല. മുസ്ലിങ്ങളുടെ കുട്ടികളെ ഒരിക്കലും നിങ്ങൾ ക്രിസ്ത്യാനികളുടെ വിദ്യാലയത്തിൽ വിടരുത് എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും വർഗീയതയല്ല, താരാട്ടുപാട്ടാണ്. പറഞ്ഞതാരാണ്? ഓ അബ്ദുള്ള. അപ്പം അത് താരാട്ടുപാട്ടാണ്. അപ്പൊ ഈ പറയുന്ന ജിഹാദികളുടെ 1-ാം നമ്പർ തുറുപ്പ് ചീട്ടുകളാണ് ഇത് മുഴുവൻ. ജിഹാദിസമാണ് ഈ നടക്കുന്നത്. അപ്പൊ ഈ ജിഹാദികൾ പറയുന്നതാണ് ഇവർ പറയുമ്പോൾ വർഗീയതയല്ല. നമ്മൾ ആരെങ്കിലും അതിന് തിരിച്ചു പറഞ്ഞാൽ അപ്പോൾ വർഗീയതയായി. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ക്രിസ്ത്യാനികളുടെ സ്കൂൾ അല്ലാണ്ട് മാനമര്യാദയായിട്ട് സ്റ്റാൻഡേർഡായിട്ട് പഠിക്കുന്ന ഏത് സ്കൂളുകളാണ് ഉള്ളത്? അത് ഓ അബ്ദുള്ള പറയട്ടെ. പിന്നെ ഓ അബ്ദുള്ളക്ക് പറയാം ധൈര്യമായിട്ട്. കാരണം ഓരോ ദിവസവും 4ഉം 5ഉം 6ഉം ഉസ്താദുമാരാണ് ശരിക്കും നല്ല വിദ്യാഭ്യാസം കൊടുത്തിട്ട് മക്കളെ പീഡിപ്പിച്ചിട്ട് പോസ്കോ കേസ് ചുമത്തിയിട്ട് ജയിലിലാവുന്നത്. അതെങ്ങനെ? 86ഉം 87ഉം 88ഒക്കെ വയസ്സുള്ള ചെറുപ്പക്കാരാണെന്ന് ഓർക്കണം. കാരണം യൗവനം ഇങ്ങനെ തളച്ചു നിൽക്കുന്ന സമയമാണ് യൗവനം. 86ഉം 90ഉം വയസ്സായ കിളവന്മാർക്ക് യൗവനം ഇങ്ങനെ തളച്ചു നിൽക്കുമ്പോൾ 3, 4, 5, 6 വയസ്സായ പെൺകുട്ടികളെ മദ്രസയിൽ കൊണ്ടാക്കുമ്പോൾ ആ മദ്രസയിൽ വെച്ചിട്ട് ഇങ്ങനെ പീഡിപ്പിച്ച് ചാടിപ്പിച്ച് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ചിന്തിച്ചിട്ട്. അത് മര്യാദ. ഓ അബ്ദുള്ളയ്ക്ക് സ്കൂളിൽ പോണത് സ്കൂളുകൾ മാത്രമേ കണ്ടുള്ളൂ. അവനവൻ്റെ മദ്രസയിൽ കിടക്കുന്ന പീഡനങ്ങൾ അത് പടച്ചോൻ പറഞ്ഞിട്ടുള്ളതല്ലേ? ആയിരിക്കാം. അതുകൊണ്ടായിരിക്കും ഈ ഉസ്താദുമാരിങ്ങനെ കിടന്ന് കാണിച്ചു കൂട്ടുന്നത്. നല്ല മട്ടനും ബീഫും ഒക്കെ കയറ്റി നിക്കക്കള്ളില്ലാണ്ടാവുമ്പോൾ കൊച്ചുമക്കളെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ പറയുന്ന ആദ്യത്തെ ഒരു ചെത്തല്ല പിന്നെ ചെത്തേണ്ടത്, കടയോട് കൂട്ടിയിട്ട് അങ്ങോട്ട് ചെത്തണം. ഇവരൊക്കെ പോസ്കോ കേസ് ചുമത്തിയിട്ട് ജയിലിലടക്കില്ല വേണ്ടത്. ഈ പറയുന്നവനെ മുഴുവനും കടയോടുകൂടി ചെത്തി ആ സാധനം തന്നെ ഇല്ലാണ്ടാക്കണം. കാരണം നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സാധനം ഉണ്ടെങ്കിൽ, ഏത് ജാതിയാവട്ടെ ഏത് മതമാവട്ടെ ആണാവട്ടെ പെണ്ണാവട്ടെ, നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു ഒരു അവയവം ഉണ്ടെങ്കിൽ അത് ചെത്തിക്കളയ തന്നെ വേണം. അത് പിന്നെ അവിടെ വച്ചുകൊണ്ടിരിക്കരുത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എല്ലാവരും അങ്ങനെ ചിന്തിക്കേണ്ടത്. എന്തിനാണത്? നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ടല്ലേ നിങ്ങളെടുത്ത് പുറത്തിടുന്നത്. നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ടല്ലേ നിങ്ങൾ ഈ കുഞ്ഞു കുട്ടികളുടെ മേലെ ഇത് പരീക്ഷിക്കുന്നത്. അപ്പം നിങ്ങൾക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ആ സാധനം വേണോ? വേണ്ട. അതായത് ദേഹത്തൊരു പുഴുപ്പ് വന്നാൽ എന്താ ചെയ്യുക? നമ്മൾ ചെത്തിക്കളയും. അപ്പം ഈ പുഴുത്ത സാധനം വേണ്ട, ചെത്തിക്കളയണം. അത് വേണ്ട. ഈ പറയുന്ന നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അപ്പം എനിക്ക് പ്രിയപ്പെട്ട ഈ പറയുന്നവരോട്, ഈ ഓഫീസർമാരോട് എനിക്കൊരു അപേക്ഷയുള്ളത്, ഈ പറയുന്ന PV അൻവർ, ഈ ഓ അബ്ദുള്ള എന്ന് പറയുന്ന വേഷങ്ങളുടെ പിന്നാലെ വന്ന് ഇവർ എന്താണ്, ഇവരുടെ സത്യമായ മുഖം എന്താണ്, ഇവരുടെ സത്യമായ പ്രവൃത്തി എന്താണെന്ന് ഇവിടുത്തെ ഈ പറയുന്ന ഓഫീസർമാർ എത്രയും പെട്ടെന്ന് ചെക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ കേരളം നശിച്ച് മണ്ണായി പോവും. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ പറയുന്ന പത്രക്കാർക്കെതിരെ തിരിയുക. അതായത് നമ്മളുടെ ജനാധിപത്യത്തിൻ്റെ നെടും തൂണാണ് പത്രധർമ്മം. നമ്മുടെ ജനാധിപത്യം, അതായത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പൊതു ഇടങ്ങൾ, ചാനലുകൾ, ഇത് മുഴുവൻ ഇല്ലെങ്കിൽ ഈ രാഷ്ട്രീയക്കാരുണ്ടോ? ഇവരുടെ പ്രവർത്തനങ്ങളുണ്ടോ? ഇല്ല. അപ്പം ഇവരുടെ പ്രവർത്തനങ്ങൾ മുഴുവനും കാണിക്കുന്നതും പറയുന്നതും മുഴുവനും ഈ പറയുന്ന പത്രധർമ്മങ്ങളിലൂടെയാണ്. അതില്ലാണ്ടായാൽ എല്ലാം അവസാനിച്ചു. അത് യുവന്മാർ മനസ്സിലാക്കുന്നില്ല. അപ്പം അതുകൊണ്ട് ഈ പറയുന്ന PV അൻവർ ആയാലും ഈ പറയുന്ന ഓ അബ്ദുള്ളയായാലും ഇതുപോലെ വർഗീയത ഛർദ്ദിക്കുന്ന എല്ലാ വിഷപ്പാമ്പുകളുടെയും മാളത്തിൽ പോയിട്ട് ED പിന്നെ സെർച്ച് ചെയ്ത് പൊക്കണം. എന്നാലേ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ മനുഷ്യന്, ജനസമൂഹത്തിന് ഇവിടെ ജീവിക്കാൻ പറ്റാണ്ടായി. ജിഹാദിസം കൊണ്ട് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാണ്ടായി. അത്രയ്ക്കും അക്രമമാണ്. അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇപ്പോൾ ഇനി ഹൈക്കോടതിയിലേക്ക് പിന്നെ പോയിരിക്കുകയാണ് ഇതിന് വേണ്ടിയിട്ട്, ജാമ്യത്തിന് വേണ്ടിയിട്ട്, ആ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ടെന്ന് കേട്ടത് മറുനാടൻ മലയാളി ഷാജൻ സാറ്. അപ്പം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിന് യാതൊരു പോറലും ഏൽക്കാതെ ഇത്രയും നല്ല ജനസമൂഹം അദ്ദേഹത്തിൻ്റെ പുറകിൽ നിരനിന്ന് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള പോറലും ഏൽക്കാതെ അദ്ദേഹം നീതിന്യായ വ്യവസ്ഥയോടുകൂടി തന്നെ പുറത്തു വരും. ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ അദ്ദേഹത്തെ കാത്തുരക്ഷിക്കും, അദ്ദേഹത്തിൻ്റെ പത്രധർമ്മം കാത്തുരക്ഷിക്കുമെന്ന് എനിക്ക് കൃത്യമായ വിശ്വാസമുണ്ട്. എനിക്ക് ഉറപ്പായിട്ടും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. നമ്മുടെ ജനാധിപത്യത്തിലും നമ്മുടെ പിന്നെ നീതിന്യായ വ്യവസ്ഥയിലും ഞാൻ വിശ്വസിച്ചുകൊണ്ട് പിന്നെ അങ്ങേയറ്റം മറുനാടൻ മലയാളിക്കും അദ്ദേഹത്തിൻ്റെ ഷാജൻ സാറിനും വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥനയോടെ, ഒരുപാട് സപ്പോർട്ടോട് കൂടിയിട്ട് എന്നെ കേട്ട എല്ലാവർക്കും എൻ്റെ കൂപ്പുകൈ നമസ്തേ. താങ്ക് യു.